മെറ്റനായ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ 2 എപ്പിസോഡായിട്ട് ചിന്തിച്ചത്. ഒന്നാമത് നമ്മൾ പറഞ്ഞത് നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുക. രണ്ടാമത് പറഞ്ഞത് ലോകത്തിന് അനുരൂപരാകരുത്. ഈ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. മൂന്നാമത് നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവഹിതം എന്നത് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. ഈ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക, രൂപാന്തരം എന്നതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ കാര്യം ദുഷ്ടലോകത്തിൽ ആണ് നമ്മൾ ആയിരിക്കുന്നത്. ഒരുപാട് ലോകത്തിലുള്ള മോഹങ്ങൾക്ക് അടിമയായി ഈ ദുഷ്ടലോകത്തിൽ അവിശ്വാസവുമുള്ള അല്ലെങ്കിൽ അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയായിട്ട് ആയിത്തീർന്നിരിക്കുന്നു എന്നും സാത്താനാണ് ഈ ലോകത്തിൻ്റെ ദൈവമായി നമ്മൾ മുമ്പേ ലോകത്തിൻ്റെ കാലഗതി അനുസരിച്ച് നടന്നു, എന്നാൽ യേശുക്രിസ്തുവിൽ കൂടി നമ്മൾ വിടുവിക്കപ്പെട്ടു എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിരുന്നു. ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് വിടുവിക്കേണ്ടതിന് ക്രിസ്തു മരിച്ചു, വിടുവിക്കുകയും നമ്മളെ അതിൽ നിന്ന് ശുദ്ധീകരിക്കുകയും ചെയ്തു. ഇനിയും അവൻ നമ്മളെ ഈ ദുഷ്ടലോകത്തിലേക്ക് നമ്മളെ കൊണ്ടുവരികയുമില്ല. ഒരു ട്രാൻസ്ഫോംഡ് ലോകത്തിലേക്കാണ് കൊണ്ടുവരുന്നത്. പെസഹ കുഞ്ഞാടിനെ അറുത്ത സമയത്ത് പെസഹ കുഞ്ഞാട് സംഹാരദൂതൻ്റെ കയ്യിൽ നിന്ന് മാത്രം രക്ഷിക്കുകയല്ല, ഈജിപ്തിൽ നിന്നുകൂടി അവരെ വിടുവിച്ചു. ഈജിപ്റ്റ് എന്ന് പറയുന്നത് ഈ ലോകത്തിൻ്റെ ചിത്രമാണ്. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു. ഫിലിപ്പിയർ 3:20. നമ്മൾ ഈ ലോകത്തിലെ അന്യരും പരദേശികളുമാണ്. കർത്താവ് നമുക്ക് പേര് വിളിക്കുന്നവർ നമുക്കറിയാം, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവർ എന്നാണ് നമ്മളെ വിളിക്കുന്നത്. കാരണം നമ്മൾ ഈ ലോകത്തിൽ ഉള്ളവരല്ല, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായിട്ടുള്ളവരാണ്. നമ്മൾ ഈ ലോകത്തിൽ നിന്ന് തിരിച്ച് സ്വർഗത്തിലേക്കാക്കി എന്നുള്ള യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിലെ ശിഷ്യന്മാരെക്കുറിച്ച് യേശുക്രിസ്തു പറയുന്ന ഭാഗങ്ങൾ ശ്രദ്ധേയമാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധേയമാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ അതിൻ്റെ ചുരുക്കമായിട്ട് പറഞ്ഞിരുന്നു. 17-ാം അധ്യായത്തിൽ അവർ പറഞ്ഞു, യേശു പറയുന്നു, ഇവർ ലോകത്തിലിരിക്കുന്നു, ദുഷ്ടനിൽ നിന്ന് അവരെ കാത്തുകൊള്ളണം, ഇവർ ലൗകികന്മാരല്ല, ഞാനവരെ ലോകത്തിലേക്ക് അയക്കുന്നു, എൻ്റെ വചനം അവരിലുണ്ട്, അതുകൊണ്ട് അവർ ലൗകികന്മാരല്ല എന്ന് പറഞ്ഞ് അതിൽ പറയുന്നു. അതുകൊണ്ട് നമ്മുടെ എയിം എന്ന് പറയുന്നത് ഈ ലോകത്തിലല്ല, നമ്മളെ ദൈവം വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത് നിത്യതയിലേക്ക് അല്ലെങ്കിൽ വരുന്ന ലോകത്തിലേക്കാണ്, സ്വർഗത്തിലേക്കാണ്. അങ്ങനെ വലിയൊരു പദവി തന്നിരിക്കുകയാണ്. ഈ ലോകത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ വി ആർ ഷൈനിങ് ഇൻ ദിസ് വേൾഡ് ആസ് ലൈറ്റ്. ഈ ലോകത്തിൽ നമ്മൾ വെളിച്ചങ്ങളായിട്ട് പ്രകാശിക്കാനായിട്ടാണ് നമ്മൾ വിളിച്ചിരിക്കുന്നത്, നമ്മളെ മറന്നു പോകരുത്. ഇവിടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക എന്ന് പറയുമ്പോൾ രൂപാന്തരം മെറ്റമോർഫോസിസ് എന്ന് പറഞ്ഞൊരു വാക്കാണ് അതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു പുഴു ഒരു ലാർവ ഫോമിൽ അത് പ്യൂപ്പയായി പിന്നെ അത് ഫ്ലൈ ചെയ്യുന്ന ഒരു രൂപാന്തരം എന്ന് പറഞ്ഞാൽ അകത്താണ് രൂപാന്തരപ്പെടുന്നത്. ആ കൂട്ടിനകത്ത് ഇരുന്നിട്ട് ഈ ലാർവ ഒരു പർട്ടിക്കുലർ പീരീഡ് കഴിയുമ്പോൾ അത് ഇങ്ങനെ പുറത്തേക്കൊരു കൂട് പോലെ അത് ഫോം ചെയ്ത് അതിനകത്തിരുന്ന് അത് പ്യൂപ്പ സ്റ്റേജിലായി കുറേ നാൾ കഴിഞ്ഞ് അത് പൊട്ടി ഫ്ലൈ ആയിട്ട് രൂപാന്തരപ്പെടുന്ന ഒരു കാര്യം. ഇതാണ് ശരിക്കും മെറ്റമോർഫോസിസ്, രൂപാന്തരപ്പെടുന്ന ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇവിടെ സമർപ്പിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് ഈ രൂപാന്തരം വരണം. അത് എവിടെയാണ് വരേണ്ടത്? മനസ്സിലാണ് രൂപാന്തരം വേണ്ടത്. മുട്ട പുഴുവായും പുഴു പൂമ്പാറ്റയായും തീരുന്നത് പോലെ ഉള്ളൊരു രൂപാന്തരം. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും എന്നെഴുതിയിരിക്കുന്ന പോലെ നമ്മൾ ഓരോ ഡിഗ്രി ആയിട്ടുള്ള ഒരു രൂപാന്തരമാണ് നമുക്ക് വരുന്നത്. ഇന്ന് നമുക്കറിയാം, ഈ ലോകം വന്നിട്ട് പലതും ഷുഗർ കോട്ടഡാക്കി മാറ്റിയിരിക്കുന്നതുകൊണ്ട് രൂപാന്തരം വേണ്ട രീതിയിൽ ഇന്ന് ലൈഫിൽ വന്നിട്ടില്ല. കാരണം പല കാര്യങ്ങൾ നമ്മൾ ആദ്യം ചിന്തിക്കുന്ന പോലെ വർഷങ്ങൾ കഴിയുന്നതനുസരിച്ച് പണ്ടൊക്കെ അത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പോലും ഇന്ന് അവശ്യമായി തീർന്നിരിക്കുന്ന സാഹചര്യങ്ങൾ നമുക്കറിയാം. പ്രത്യേകിച്ചും ഈ സാഹിത്യങ്ങളിലൊക്കെ നമുക്കറിയാം, ഇപ്പോഴും അശ്ലീല സാഹിത്യം കയറ്റി, പ്രോണോഗ്രഫി കയറ്റി, സിനിമയിലും ഒക്കെ വേണ്ടാത്ത പഠിപ്പിക്കലുകളെ ചിന്തകളൊക്കെ കൊണ്ടുവന്ന് യൂത്ത്സിനെ പെർവേർട്ടാക്കി കളയുന്നു. പിന്നെ ഇതുപോലെ ഈ മദ്യം കഴിക്കുന്നിടത്തൊക്കെ
മദ്യം കഴിക്കുന്നത് കുഴപ്പമില്ല എന്നൊക്കെ പറയുമ്പോൾ വീണ്ടെടുക്കപ്പെട്ട രക്ഷിക്കപ്പെട്ട ഒരാൾക്കത് പറയാൻ പറ്റില്ല. കാരണം മനസ്സിന് രൂപാന്തരം വന്നാൽ അത് പറയാൻ പറ്റത്തില്ല, അങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം തിങ്ക് ഡിഫറൻ്റ്ലി, ഒഴുക്കിനെതിരെ തുഴയാനുള്ള കപ്പാസിറ്റി കൊടുക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. ദൈവത്തിൻ്റെ ആത്മാവാണ് കൃപ കൊടുക്കുന്നത്. അതുകൊണ്ട് കർത്താവിൻ്റെ വഴിയിൽ ജീവിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഓന്തിനെ പോലെ അങ്ങോട്ട് നിറം മാറി ഇങ്ങോട്ട് അങ്ങനെ ആകുന്നൊരു സ്റ്റേജ് ശരിയല്ല. അവൻ്റെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അത് പറയേണ്ടത്. കാരണം ആ മെറ്റമോർഫോസിസ്, ആ ഉള്ളിൽ വരുന്ന ചേഞ്ച്, മൈൻഡിൻ്റെ തിങ്കിങ് പാറ്റേൺ, കർത്താവിൻ്റെ മനസ്സ് പോലെ ആയിത്തീരുന്ന മനസ്സ്, അത് ആയില്ലെന്നുണ്ടെങ്കിൽ ആ രൂപാന്തരം ആയിട്ടില്ല എന്ന് നമ്മൾ ചിന്തിക്കണം. കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ മാത്രമേ നമ്മുടെ ശരീരത്തിനുള്ള രൂപാന്തരം ഉണ്ടാവുള്ളൂ. അതായത് ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നത് രക്ഷിക്കപ്പെടാത്ത ശരീരത്തിൽ ഒരാത്മാവ്, രക്ഷിക്കപ്പെട്ട ഒരാത്മാവ് വസിക്കുകയാണ്. നേരത്തെ ഉള്ള എപ്പിസോഡിൽ പറഞ്ഞിട്ടുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ത്രിയേക ദൈവം പോലെ 3 കാര്യങ്ങൾ, സ്പിരിറ്റ്, മൈൻഡ് ആൻഡ് ബോഡി ആ മനുഷ്യനിലുണ്ട്. ആത്മാവ്, മനസ്സ്, അതുപോലെ ശരീരം. ഈ ശരീരത്തെ കൺട്രോൾ ചെയ്യുന്നത് ആത്മാവും മനസ്സുമാണെങ്കിൽ, അത് രക്ഷിക്കപ്പെട്ടതാണെങ്കിൽ ശരീരവും അതനുസരിച്ച് പ്രതികരിക്കും. എന്നാൽ ഈ മനസ്സിൽ ഫീഡ് ചെയ്യുന്നതൊക്കെ ഈ ലോകത്തിൻ്റെ കാര്യങ്ങളാണെങ്കിൽ ആത്മാവിൻ്റെ വേണ്ടതായിട്ടുള്ള ഫീഡിങ് ദൈവവചനപ്രകാരം നമ്മൾ കൊടുത്തില്ല എങ്കിൽ ശരീരവും അതനുസരിച്ച് വ്യതിചലിച്ച് മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് റിന്യൂവൽ ഓഫ് മൈൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്നു. മനസ്സിൻ്റെ രൂപാന്തരം, രക്ഷിക്കപ്പെട്ടവർ മനസ്സിന് രൂപാന്തരം വരണം. അതൊരു ഹെഡ് നോളജായിട്ട് ഇരുന്നാൽ മാത്രം പോരാ. പഴയ കാലത്തുള്ള കാര്യങ്ങൾ പണ്ട് നമ്മൾ ചിന്തിച്ചു, പണ്ട് നമ്മൾ പോയി, പണ്ടുള്ള കൂട്ടായ്മകൾ അതിപ്പോഴേ സാധ്യമല്ല. കാരണം നമ്മുടെ മനസ്സിനെ അതല്ല കൺട്രോൾ ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ ആത്മാവുമാണ്. ഉള്ളിൽ ആത്മാവ് പുതുക്കം പ്രാപിച്ച് നമ്മൾ പുതിയ സൃഷ്ടിയായി തീരുന്നു എന്നുള്ളത്. നമ്മുടെ പഴയ ആത്മാവ്, പഴയ രീതിയിലുള്ള ചിന്ത, മൈൻഡ് സെറ്റൊക്കെ തന്നെ ഈ ലോകത്തിലെ രാജാവായിട്ടുള്ള പിശാച് അത് കറപ്റ്റ് ചെയ്തിരുന്നതാണ്. അതുകൊണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾക്ക് പുതിയൊരു രൂപാന്തരം വന്നിട്ട് പുതിയൊരു യജമാനാണ് നമുക്കുള്ളത്. ആ യജമാൻ കർത്താവാണ്. അതുകൊണ്ട് നിങ്ങൾ ആത്മീയരാണോ എന്ന് നിങ്ങളെക്കുറിച്ച് വിവേചിക്കാനായിട്ട് ഒറ്റയൊരു കാര്യമേ ഉള്ളൂ നമുക്ക് പറയാനായിട്ടുള്ള. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരാന്ന് നോക്കിയാൽ മതി. നിങ്ങൾ ആത്മീയരാണോ എന്ന് നിങ്ങളെ വിവേചിക്കാനായിട്ട് ഏറ്റവും പറ്റിയത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആരാന്ന് നോക്കിയാൽ മതി. നിങ്ങൾ ആരുടെ കൂടെ നടക്കുന്നത് എന്ന് നോക്കിയാൽ മതി. അല്ല, നിങ്ങൾ നടക്കുന്നത് ഈ ലോകത്തിലുള്ള പരിജ്ഞാനത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ആ കൂട്ടായ്മയിലാണ് ജീവിക്കുന്നതെങ്കിൽ നിങ്ങളുടെ കാർണാലിറ്റി ഇതുവരെ മാറിയിട്ടില്ല. യു ആർ സ്റ്റിൽ എ കാർണൽ മാൻ. ഇടയ്ക്കിടയ്ക്കൊക്കെ ദൈവത്തെ വിളിക്കും, ഓന്തിനെ പോലെ ഇടയ്ക്കിടയ്ക്കൊക്കെ നിറം മാറിക്കൊണ്ടേയിരിക്കുന്ന അനുഭവമാണുള്ളത്. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ അനുസരണത്തിനായിട്ട് നമ്മുടെ മനസ്സിനെ പിടിച്ചടക്കാനാണ് 2 കൊരിന്ത്യർ 10:5 പറയുന്നത്. 2 കൊരിന്ത്യർ 10:5 അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിൻ്റെ അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി. അത് ഏത് വിചാരവും പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ്, എല്ലാ സങ്കല്പങ്ങളും ഇടിച്ചു കളഞ്ഞ് ഞങ്ങൾ ക്രിസ്തുവിൻ്റെ അനുസരണത്തിനായിട്ട് മനസ്സിനെ പിടിച്ചടക്കുന്ന ഒരു കാഴ്ച. എഫേസ്യർ 3:19 പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തു സ്നേഹത്തെ അറിയുവാൻ പ്രാപ്തരാകുകയും ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും ചെയ്യുന്നു. പഴയ മനുഷ്യനെ നമ്മൾ ഉപേക്ഷിച്ചിട്ട് പുതിയ മനുഷ്യനെ ധരിച്ചുകൊണ്ട് കർത്താവിൻ്റെ പരിജ്ഞാനത്തിൽ കവിയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അറിയുകയും നമ്മളെ പ്രാപ്തരാക്കുകയും ചെയ്യുന്ന അനുഭവം, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ സമയങ്ങളിലും നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളെ പരിജ്ഞാനത്തിൽ, കർത്താവിൻ്റെ പരിജ്ഞാനത്തിൽ നമ്മൾ നിറയേണ്ട ഏറ്റവും ആവശ്യമാണ്. കർത്താവിൻ്റെ പരിജ്ഞാനത്തിൽ എങ്ങനെയാണ് നിറയുന്നത്? കർത്താവിൻ്റെ പരിജ്ഞാനത്തിൽ നിറയുക എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ ദൈവത്തിൻ്റെ വചനത്തിന് വിധേയപ്പെടുത്തുക എന്നുള്ളതാണ്. കൊലോസ്യർ 3:16 സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിപ്പേൻ നന്ദിയോട് നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും നിങ്ങൾ വസിക്കട്ടെ. ക്രിസ്തുവിൻ്റെ വചനം നിങ്ങളിൽ വസിക്കുമ്പോഴാണ്
നിങ്ങളുടെ മൈൻഡ് എപ്പോഴും റിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കണം. ക്രിസ്തുവിൻ്റെ വചനം നിങ്ങൾ വസിക്കണം. സങ്കീർത്തനക്കാരൻ പറയുന്നതാണ്, സങ്കീർത്തനം 119:11, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിൻ്റെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. അതിന് കർത്താവിൻ്റെ വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുമ്പോഴാണ് പാപത്തിൽ നിന്ന് നമ്മൾ വിടുതൽ പ്രാപിക്കുന്നത്. അതുകൊണ്ട് കർത്താവിനെ പോലെ നമ്മളായിത്തീരുന്ന പ്രക്രിയ 1 കൊരിന്ത്യർ 2:14, കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കുന്നവനാർ നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകുന്നു. ഇത് യേശുവിൻ്റെ മൈൻഡ് സെറ്റ്. വാട്ട് വുഡ് ജീസസ് ഡു? കർത്താവ് ഈ സിറ്റുവേഷനിലായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ ആ സിറ്റുവേഷനെ നമ്മൾ ഫേസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഒരു മനസ്സ് പുതുക്കിയുള്ള രൂപാന്തരത്തിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുകയുള്ളൂ. അതിന് ഏറ്റവും പ്രധാനം ദൈവത്തിൻ്റെ വചനമാണ്. യേശുക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 8:31-32 പറഞ്ഞ വാക്യം, തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു പറഞ്ഞത്, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അപ്പോൾ സത്യം അറിഞ്ഞ് സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കി വചനത്തിൽ നിലനിൽക്കണം. വചനത്തിൽ നിലനിൽക്കുമ്പോൾ മാത്രമേ കർത്താവിൻ്റെ മൈൻഡ് സെറ്റ് നമുക്ക് വരികയുള്ളൂ. അതാണ്, അല്ലാതെ ഇതിനകത്ത് വേറെ ഷോർട്ട് കട്ടൊന്നുമില്ല. ഒരു വാക്യം 1 തെസ്സലോനിക്കർ 5:23 ഇങ്ങനെയാണ് പറയുന്നത്, സമാധാനത്തിന് ദൈവം നിങ്ങളെ മുഴുവൻ ശുദ്ധീകരിക്കട്ടെ. നമ്മളെ മുഴുവൻ ശുദ്ധീകരിക്കണം, നമ്മുടെ ആത്മാവും പ്രാണനും ദേഹവും. അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷയിൽ അനുകൂലമായി വെളിപ്പെടുവാൻ തക്ക കാക്കപ്പെടുമാറാകട്ടെ. അതായത് നമ്മുടെ ദേഹം ശുദ്ധീകരിക്കണം, നമ്മുടെ പ്രാണൻ ശുദ്ധീകരിക്കണം, നമ്മുടെ ആത്മാവ് ശുദ്ധീകരിക്കണം. ഈ ആത്മാവിലും മനസ്സിലുമൊക്കെ പാപം കടന്നു വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ശരീരത്തിൽ മാത്രമല്ല. ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ ജഡത്തിൽ ആശ്രയിക്കുന്ന തീരുമാനങ്ങൾ നമ്മുടെ മനസ്സ് കളങ്കമായി പോകും. ഉദാഹരണം പറഞ്ഞാൽ ദാവീദിൻ്റെ എക്സാമ്പിൾ തന്നെ എടുക്കാം. ദാവീദ് ബത്ശബയുടെ അരിക്കൽ ചെല്ലുന്നത് ജഡത്തിലുള്ളൊരു പാപമായിട്ടാണ്. വ്യഭിചാരം ചെയ്യാൻ പോകും, അല്ല, ജഡത്തിലുള്ള പാപം. എന്നാൽ യുദ്ധത്തിന് പോകുന്നതിനും ആളിനെ എണ്ണിയത് ശരിക്കും മനസ്സിൽ പാപം ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ വേറെ രീതി പറഞ്ഞാൽ ആത്മാവിൻ്റെ പാപമാണെന്ന് പറയാം. ആത്മാവിൻ്റെ പാപമാണ്. മനസ്സിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പകരം ജഡത്തിൽ ആശ്രയിച്ചു. മുടിയനായ പുത്രൻ്റെ ഉദാഹരണം പറയും. മുടിയനായ പുത്രൻ വിട്ടുപോയത് ജഡത്തിൻ്റെ പാപമെങ്കിൽ ജ്യേഷ്ഠൻ വന്നിട്ട് അപ്പനോട് ചോദിക്കുകയാണ്, ഇതെന്തോ സെലിബ്രേഷനാണ് എന്ന് ചോദിക്കുമ്പോൾ അവിടെ കാണുന്നത് ആത്മാവിൻ്റെ പാപമാണ്. അതുകൊണ്ട് നമ്മുടെ ശരീരങ്ങളെ, മനസ്സിനെയും ആത്മാവിനെയും ശുദ്ധീകരിച്ച് നിർത്തേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് ബാക്കി ദൈവം നോക്കിക്കോളും എന്ന് പറഞ്ഞ് നമുക്ക് വിടാൻ പറ്റത്തില്ല. ആത്മാവിനും മനസ്സിനുമൊക്കെ ദൈവവചനം കൊണ്ട് ഫീഡ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇതിന് കഴിയുമ്പോൾ അവിടെയൊക്കെ ദൈവത്തിൻ്റെ, യേശുവിൻ്റെ ലൈക്ക്നെസ് അനുസരിച്ച് നമ്മൾ മാറി മാറി വരുന്നതായിട്ട് കാണാൻ പറ്റും. 2 കൊരിന്ത്യർ 3:18 നല്ലൊരു വാക്യമുണ്ട്. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. ഒരു പ്രോഗ്രസീവായിട്ടുള്ള രൂപാന്തരമാണ് അവിടെ കാണുന്നത്. ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കുക. ഫ്രോം 1 degree ഓഫ് ഗ്ലോറി ടു അതർ. ഒരു നിലയിൽ നിന്ന് വേറൊരു നിലയിലേക്ക്. എന്തിനാണ്? യേശുവിനെ പോലെ ആകുവാൻ. നമ്മളൊരു പാട്ടൊക്കെ പാടാറില്ലേ, യേശുവെ പോലെ ആകുവാൻ, യേശുവിൻ വാക്ക് കാക്കുവാൻ, യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കുന്നു. ദൈവത്തിൻ്റെ വചനം ഐശ്വര്യമായി നമ്മുടെ ഹൃദയങ്ങൾ വസിക്കുകയും വചനത്തെ ഹൃദയത്തിൽ ഒളിപ്പിക്കുകയും ചെയ്യുക. സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ. അങ്ങനെ വരുമ്പോഴേ എന്താ സംഭവിക്കുന്നത്? നമ്മൾക്ക് രൂപാന്തരം വരും എന്നുള്ളതാണ്. ഇതിനകത്ത് രൂപാന്തരത്തിൻ്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ, സമയം തീർന്നു. ഇനിയും ഇതിനകത്ത് ദൈവഹിതത്തിൻ്റെ കാര്യം പറയാനുണ്ട്. ഇതിനകത്ത് നമ്മൾ പറഞ്ഞ ദൈവഹിതപ്രകാരം നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം. ദൈവഹിതം നന്മയുള്ളതാണ്, പ്രസാദമുള്ളതാണ്, പൂർണ്ണതയുള്ളതാണ്.
എനിക്ക് തോന്നുന്ന അടുത്ത ഒരു എപ്പിസോഡിൽ അതിനെക്കുറിച്ച് പറയാം, അതിൻ്റെ കൂടെ കണ്ടിന്യൂഷനായിട്ട് പറയാം. നമ്മൾ ഇന്ന് ചിന്തിച്ച ഒറ്റ ഒരു കാര്യമാണ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. ലോകത്തിന് അനുരൂപരാകാതെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. അതെന്തിനാണെന്ന് ചോദിച്ചാൽ നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവഹിതമാണ്. അതിനെക്കുറിച്ച് നമുക്ക് വീണ്ടും പറയാം. ഒരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. നമ്മുടെ മനസ്സിലുള്ള ചേഞ്ചസ്, മെറ്റമോർഫോസിസ്, പുതുക്കത്തിൻ്റെ അനുഭവം, ഇത് എന്നും പുതുക്കിക്കൊണ്ടിരിക്കേണ്ടതാണ്. അത് നമ്മൾ ചെയ്യുന്നുണ്ട്. ചില ആളുകളുണ്ട് ജനിച്ചിട്ട് അതുപോലെ അങ്ങ് ഇരിക്കുക, വളർച്ചയില്ല, ഇൻഫൻറ്റ് മോർട്ടാലിറ്റി, കൊച്ചുങ്ങൾ ചെറുപ്പത്തിലെ മരിക്കുന്ന അനുഭവം പോലെ. അതുപോലെ ആകാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദിനംപ്രതി കർത്താവിൻ്റെ പ്രതിമ ആ രൂപത്തോട് സദൃശരായി വളരണം. അതിന് ദിവസവും നമ്മൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. 1 യോഹന്നാൻ 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നമ്മുടെ പാപങ്ങളെ ദിവസവും ദൈവത്തിൻ്റെ മുന്നിൽ ഏറ്റുപറഞ്ഞത് ഉപേക്ഷിക്കണം, ദൈവത്തോട് നിരപ്പ് പ്രാപിക്കണം. അങ്ങനെയുള്ളൊരു കണ്ടിന്യൂസ് ഗ്രോത്ത് നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് വലിയ നന്മകൾ, അനുഗ്രഹങ്ങൾ വരുന്നത്. തീർച്ചയായും ഇന്നത്തെ ചിന്തകൾ നമുക്ക് അനുഗ്രഹമായി എന്ന് വിചാരിക്കുന്നു. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ രൂപാന്തരത്തിൽ വരാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ എല്ലാം ഏൽപ്പിച്ച് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാനായിട്ട് കർത്താവെ പ്രിയപ്പെട്ടവരെ ഇടവരുത്തണമേ. അതൊരു ഡെയിലി പ്രോസസ്സാണ് കർത്താവെ. ദൈവവചനത്താൽ നിറച്ച് രൂപാന്തരം പ്രാപിപ്പാനായിട്ട് സഹായിക്കണമേ. നിൻ്റെ ഭാവത്തോട്, നിൻ്റെ ലൈക്ക്നെസ്സിനോട് ഞങ്ങളായിത്തീരുന്ന രീതിയിൽ ഞങ്ങളുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ആ ഒരു അനുഭവത്തിലില്ലെങ്കിൽ അത് ദിനംപ്രതി ചെയ്യുവാനായിട്ട് കർത്താവെ ഇടവരുത്തും സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരിത് കാണുന്നവരെ പ്രത്യേകം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന ചില ആളുകൾ ഇത് കാണുന്നു, അനേകം വർഷങ്ങളായി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ എന്നോട് ചേർന്നൊന്ന് പ്രാർത്ഥിക്കുമോ? ദൈവം നിങ്ങൾക്ക് വലിയൊരു വിടുതൽ തരും. ഈ ദിവസങ്ങളിൽ വലിയൊരു ക്രിയേറ്റീവ് മിറക്കിൾ അവരുടെ ജീവിതങ്ങളിൽ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, അവരുടെ ഏതൊക്കെ അവസ്ഥയാണെങ്കിലും നീ അറിയുന്നില്ല ദൈവമേ. ആ അവസ്ഥയിൽ നീ ഒന്ന് പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് പ്രത്യേകം പറയുന്നു, അവർ ദൈവസന്നിധിയിലേക്ക് കൂടുതൽ ഈൽഡ് ചെയ്യപ്പെടുവാനായി ഇത് കാരണമായി തീരുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു. നിങ്ങളൊന്ന് ദൈവസന്നിധിയിലേക്കൊന്ന് വിട്ടുകൊടുക്കുമോ? നിങ്ങളുടെ ജീവിതങ്ങളെ ദൈവത്തിലേക്കൊന്ന് ഏൽപ്പിക്കുമോ? വലിയ അത്ഭുതവും അടയാളങ്ങളും നിങ്ങളുടെ ജീവിതത്തിലുണ്ടാവും. കർത്താവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചവരെ അനുഗ്രഹിക്കണം, സഹായിക്കണം. ഈ ദിവസങ്ങളിൽ അറിയാത്ത വഴികളിൽ നിന്ന് കർത്താവേ അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കുമാറാണമേ. ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ കമൻറ്റ് ബോക്സിലിടുക. പ്രയർ റിക്വസ്റ്റുകൾ വാട്സാപ്പ് നമ്പറിൽ അയച്ചു തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.